ഈ അടുത്തായിട്ട് വന്ന ചില ന്യൂസ് റിപ്പോർട്ട് പ്രകാരം NTA നടത്തുന്ന 2025 ജാനുവരി JEE മെയിൻ സെഷനിൽ അറൗണ്ട് 6 ലക്ഷത്തോളം പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഡാറ്റ ആയിട്ട് നമ്മൾ ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. നമ്പർ ഓഫ് രജിസ്ട്രേഷൻ ഇത്തവണ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മലയാളീസ് എസ്പെഷ്യലി നിങ്ങൾ ഇതുവരെ JEE മെയിൻ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളൊരു JEE ആസ്പിറൻ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ ജാനുവരി സെഷനിൽ തന്നെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന് ഒരു 6 കാരണങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. So hi aspirants, myself Ajnas and I am a well-wisher in your IIT NIT dreams and welcome to IITricks. So ഇതുവരെ JEE മെയിനിൽ കുറവ് രജിസ്ട്രേഷൻ ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് എസ്പെഷ്യലി ഈ വീഡിയോ കാണുന്ന JEE ആസ്പിറൻസ് എന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ജാനുവരി സെഷനിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ആദ്യത്തെ കാര്യം, പേഴ്സൻറ്റൈൽ സ്കോർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റീവ്ലി കിട്ടുന്നുണ്ടാവുക ജാനുവരി JEE മെയിൻ എഴുതുമ്പോഴായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് റിലേറ്റീവ്ലി ലെസർ ആയിരിക്കും. ഇപ്പോൾ പുതിയ ഡാറ്റ പ്രകാരം കഴിഞ്ഞ കൊല്ലത്തേക്കാളും നമ്പർ ഓഫ് രജിസ്ട്രേഷൻ ആണ് ഇത്തവണ രജിസ്റ്റർ ആയിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേഴ്സൻറ്റേജിൽ സ്കോർ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഈ ജാനുവരി സെഷൻ തന്നെ നിങ്ങൾ നവംബർ 22 മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആസ്പിറൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഏപ്രിൽ സെഷൻ ആയിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരോടാണ് ഈ കാര്യം പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാക്ട് എക്സാം അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എക്സാം പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ 2025 JEE മെയിൻ്റെ ജാനുവരി സെഷൻ. അപ്പോൾ ഏപ്രിലാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ജാനുവരിയിലും ഒരു റിയൽ എക്സാം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഒരു ജാനുവരി സെഷനിൽ അല്ലെങ്കിൽ ഏപ്രിൽ സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തത് കൊണ്ടോ ചെയ്യാത്തത് കൊണ്ടോ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ത് ചെയ്യുന്നില്ല, കൂടാനോ കുറയാനോ പോകുന്നില്ല. NTA നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു കുട്ടിക്ക് JEE മെയിൻ എഴുതാൻ പറ്റുന്നത് അവരുടെ +2 കാലഘട്ടത്തിൽ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കൊല്ലം, അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കൊല്ലം, ഇങ്ങനെ ടോട്ടൽ 6 അറ്റംപ്റ്റ് ആണ് ഈ 3 കൊല്ലങ്ങളിലായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക. അത് ഇപ്പോൾ ചില സെഷൻ നിങ്ങൾ മിസ്സാക്കിയാലോ മിസ്സാക്കിയില്ലെങ്കിലോ നിങ്ങളുടെ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ആ ഒരു നമ്പർ ഓഫ് അറ്റംപ്റ്റ് മാറാൻ പോകുന്നില്ല. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽ പെടുത്തുക. ഇനി പറയാൻ പോകുന്ന നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കൊല്ലം NTA പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ JEE അഡ്വാൻസ് ചെയ്താൽ 3 തവണ വരെ ഒരു കുട്ടിക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതുവഴി ഇനി വരാൻ പോകുന്നത് ഏപ്രിൽ JEE മെയിൻ സെഷനിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ NITകളിൽ പഠിക്കുന്ന, അതിപ്പോൾ ടോപ്പ് NITs ആയിക്കോട്ടെ, ബിലോ ആവറേജ് NITs ആയിക്കോട്ടെ, ഇവിടെ ഒക്കെ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ NITians എന്ത് ചെയ്യുന്നുണ്ടാവും, അടുത്ത JEE മെയിൻ ഏപ്രിൽ സെഷനിലോട്ട് ഇവർ ചിലപ്പോൾ ഇവരുടെ IIT ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ ഇവരും അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതുവഴി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ അവരും കൂടെ കോമ്പറ്റീഷനിൽ പാട്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഏപ്രിൽ സെഷൻ എഗെയിൻ ടഫർ ആയിരിക്കും. ഈ കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ ജാനുവരി സെഷനാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ എഗെയിൻ നിങ്ങളുടെ ഓർമ്മയിൽ വരുത്തുക. ഇനി അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാംസ് മാർച്ചിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജാനുവരിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുകയാണെങ്കിൽ ഈ JEE മെയിൻ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്തിനു സഹായിക്കും, നിങ്ങളുടെ ബോർഡ് എക്സാമിലോട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ആസ്പിറൻസിനോട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ജാനുവരിയിൽ നല്ലൊരു പെർസെൻറ്റേജ് സ്കോർ നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ JEE അഡ്വാൻസ് ഫെബ്രുവരി 1st വീക്ക് തൊട്ട് തന്നെ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും അപ്ലിക്കബിൾ ആയിട്ടുള്ളത് റിപ്പീറ്റേഴ്സിനാണ്. ഈവൻ +2 സ്റ്റുഡൻസിനും എന്ത് ചെയ്യാൻ പറ്റും, സൈഡിലൂടെ നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ സൈഡിലൂടെ JEE അഡ്വാൻസ് പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം JEE മെയിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുള്ള ടഫർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അഡ്വാൻസിന് ചോദിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രത്തോളം അഡ്വാൻറ്റേജ് നിങ്ങളുടെ IIT ഡ്രീംസ് ഫുൾഫിൽ ചെയ്യുന്നതിന് നിങ്ങൾക്ക് സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ നമ്മൾ 6ഓളം പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ 6 പോയിന്റ്സും കേൾക്കുന്ന ആസ്പിറൻസ് നവംബർ 22 മുന്നേ ആയിട്ട്, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ജാനുവരി സെഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള ടേൺ ഔട്ട് റിലേറ്റീവ്ലി കുറവാണ്. നമ്മളിപ്പോൾ തെലുഗൂസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ടേൺ ഔട്ട് റിലേറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് ഇത് എല്ലാ കൊല്ലം കിട്ടിക്കോളണം എന്നില്ല. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മലയാളീസ് IITകളിലും NITകളിലോട്ടും എത്തുന്ന രീതിയിലോട്ട് നമ്മൾ ഇതിനെ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക.